രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് എത്തിക്സ് കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയെ എതിർത്ത് UDF വിഷയം സഭയിൽ ചർച്ച ചെയ്യാനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്ക് ഇല്ലെന്നാണ് UDF നിലപാട്. ഇല്ലാത്ത അധികാരം എങ്ങനെ പ്രയോഗിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഏത് MLA ആയിക്കോട്ടെ, ഇപ്പം എത്ര പേരുണ്ട് MLA കേസിൽ പ്രതികളായിട്ടുള്ളവർ ഇല്ലേ? മുകേഷ് MLA ഒരു റേപ്പ് കേസിൽ പ്രതിയല്ലേ അല്ലേ? കേസിൽ പ്രതികളായിട്ടുള്ള MLA എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല, കോമ്പിറ്റൻസി ഇല്ല. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. അത് ഈ ഒരു സിംഗിൾ കേസിൽ ഉള്ള നിലപാടല്ല, പൊതു നിലപാടാണ് ഞങ്ങൾക്ക്. അതവന് ആർക്കെതിരെ വേണമെങ്കിലും കേസെടുത്ത് അയാളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാക്കിയിട്ട് സ്പീക്കർ അത് പാർട്ടിക്കാരനാണെങ്കിൽ പുറത്താക്കാമല്ലോ. അത് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു പ്രീസിഡന്റാണ്, ഒരിക്കലും വരാൻ പാടില്ല. അക്കാര്യത്തിൽ ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, ഡി മുരളി നൽകിയ പരാതിയിൽ അതിൽ തുടർ നടപടികളിലേക്ക് പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുള്ളത് കൂടി കേട്ടിട്ടൊക്കെയാകും നടപടി എന്താകും എന്നതിലൊക്കെ തീരുമാനം വരിക. അപ്പോഴാണ് ഇങ്ങനൊരു എതിർപ്പുമായി ഈ കോൺഗ്രസ് രംഗത്തേക്ക് എത്തുന്നത്. അയോഗ്യനായി തന്നെ തുടരും, പക്ഷേ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അത് തുടരും, പക്ഷേ അയോഗ്യനാക്കണമോ MLA സ്ഥാനത്ത് നിന്ന് എന്നുള്ളതിൽ അവർക്കൊരു വ്യത്യസ്ത അഭിപ്രായമുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, അതിന് പുറത്താക്കാൻ എത്തിക്സ് കമ്മിറ്റിക്ക് അവകാശമില്ല എന്നത് ചൂണ്ടിക്കാട്ടി എതിർക്കുക എന്നതാണോ നിലപാട്? അനുജ, ഇന്നലെ ചേർന്ന UDF പാർലമെന്ററി കാര്യ യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് എതിരായിട്ടുള്ള എത്തിക്സ് കമ്മിറ്റി നടപടിക്കെതിരായി ഇടപെടുവാൻ വേണ്ടി UDF തീരുമാനിച്ചിട്ടുള്ളത്. കാരണം സാധാരണഗതിയിൽ ഇത്തരം ഒരു നടപടി സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതാണ്, അതുണ്ടാകാൻ പാടില്ല. അത് ഏതൊരാൾക്കെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് എന്നല്ല ഏതൊരാൾക്കെതിരെയും അത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് UDF മുന്നോട്ട് വെക്കുന്നത്. DK മുരളി MLA ആണ് ഈ എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കുകയും പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കുകയും ചെയ്ത് ഈ മാസം 23-ന് അദ്ദേഹത്തെ കേൾക്കുവാൻ വേണ്ടി കമ്മിറ്റി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. UDFന്റെ 2 അംഗങ്ങൾ ഈ കമ്മിറ്റിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായിട്ടുള്ള നടപടി എടുക്കുന്നതിൽ നിന്ന് ഒരു എതിർപ്പ് നിലപാട് നൽകുക അല്ലെങ്കിൽ അറിയിക്കുക എന്നുള്ളതാണ് UDF ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്, പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് ചൂണ്ടിക്കാട്ടിയത് മുകേഷ് MLA സഭയിലുണ്ട്, അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി എടുത്തില്ല അല്ലെങ്കിൽ ആരും പരാതിക്ക് പോയില്ല എന്നുള്ളത് അടക്കമുള്ള പരാമർശങ്ങൾ. ഇങ്ങനെ ഓരോരുത്തർക്കെതിരെയും പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി നടപടി എടുക്കുവാൻ ഒരുങ്ങിയാൽ എവിടെ ചെന്ന് എത്തും എന്നുള്ളതാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കെതിരെയും ഈ കമ്മിറ്റിക്ക് നടപടി എടുക്കുവാൻ വേണ്ടി അധികാരമില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായിട്ടുള്ള നടപടിയിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി 23-ന് DK മുരളി MLA കേൾക്കും, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും കേൾക്കും. വിശദമായി കേട്ടതിനു ശേഷം മാത്രമായിരിക്കും ഇതിലൊരു നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന. എന്നാൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ സഭയിൽ ചർച്ച ചെയ്യാൻ എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമില്ല. ഇല്ലാത്ത അധികാരം എങ്ങനെ പ്രയോഗിക്കാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.